മൂന്നാർ യാത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ആതിരപ്പള്ളിയും മലക്കപ്പാറയും വാൽപ്പാറയും കടന്ന് മറയൂരിലേക്കുള്ള ചെക്ക് പോസ്റ്റ് കടക്കാൻ വേണ്ടി കാത്തു കിടക്കുകയാണ്. പോലീസ് പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നിലുള്ള വണ്ടികളിലൊക്കെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഊഴമാണ്. ഇത് കടന്നിട്ട് വേണം മറയൂരിലെത്താൻ. മുന്നിലുള്ള വണ്ടികൾ ഓരോന്നായി കടന്നുപോയി, ഞങ്ങളെയും വിട്ടു. അതോടെ വനാന്തരപാതയിലേക്ക് കടക്കുകയായി. ഇരുവശങ്ങളിലും കാടുള്ള ഈ പാത രാത്രികാലങ്ങളിൽ ആനയുടെ വലിയ തോതിലുള്ള ശല്യമുള്ള ഒരു റോഡ് കൂടിയാണ്. ഈ പ്രദേശത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കോരിച്ചൊരിയുന്ന മഴയുള്ളപ്പോഴും ഇവിടെ നല്ല വരണ്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. കേരളത്തിൻ്റെ പ്രദേശമാണെങ്കിലും തമിഴ്നാടിൻ്റെ എല്ലാ രൂപവും ഭാവവുമായിരിക്കും ഇവിടെ. മഴ വളരെ കുറവാണ്. അങ്ങനെ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡിൽ വലിയ തിരക്കൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്കൊരു ഹമ്പുണ്ട്. അത് കഴിച്ച് റോഡ് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ കടന്നു പോകുന്നുണ്ട്. മറയൂരിലേക്ക് കുറച്ച് ദൂരം പോകേണ്ടതുണ്ട്. മറയൂരിലെത്തിയിട്ട് വേണം ഞങ്ങൾക്കൊരു ചായ കുടിക്കാൻ. ഉച്ചഭക്ഷണം വാൽപ്പാറയിൽ നിന്ന് കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ ചായ ഒന്നും കുടിച്ചിട്ടില്ല. ഇനി മറയൂരിൽ നിന്ന് കുടിക്കാമെന്ന് അപ്പോൾ പറഞ്ഞതാണ്. അങ്ങനെ മറയൂരും എത്താനായി തുടങ്ങി. മറയൂരിലേക്കുള്ള വഴിയിലൂടെ കടന്നു പോകുമ്പോൾ അല്പം വളരെ കുറഞ്ഞ വാഹനങ്ങളെ ഇതുവഴി കടന്നു വരുന്നുള്ളൂ. ദൂരെ മലകൾ കാണുന്നുണ്ട്. അതൊക്കെ മൂന്നാറിൻ്റെ ഭാഗമായി. കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ മറയൂരിലെത്തും. മറയൂരിലെ മറ്റു കാഴ്ചകളൊന്നും കാണാൻ ഇന്ന് സമയമില്ല. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മൂന്നാറിലെത്തണം. മൂന്നാറിൽ നിന്ന് പിന്നെ കുമളി എത്തണം. ഇതൊക്കെയാണ് ഉദ്ദേശങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ഹമ്പുകളുണ്ട്. കാട്ടുമൃഗങ്ങൾക്ക് അപകടം സംഭവിക്കാതിരിക്കാൻ വനം വകുപ്പ് നിർദ്ദേശിച്ചതാണ് ഈ ഹമ്പുകൾ. ഏതായാലും ഈ ഒറ്റവരിപ്പാത കടന്ന് ഇപ്പോൾ ഞങ്ങൾ മറയൂരിലെത്തി. ഒരു ചായ കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചായ കുടിച്ചതിന് ശേഷമാണ് ഇനിയുള്ള യാത്ര. ഏതായാലും മറയൂരിലെ ഈ ചായക്കടക്കാരൻ്റെ കയ്യിൽ നിന്ന് കാന്തല്ലൂരിലേക്കുള്ള റോഡിൻ്റെ ജംഗ്ഷനിലാണ് ഞങ്ങൾ നിർത്തിയത്. അവിടെ നിന്നാണ് ഈ ചായ കടക്കാരൻ്റെ മുന്നിൽ ഞങ്ങൾ വാഹനം നിർത്തി ചായയൊക്കെ കുടിച്ചു. പലഹാരങ്ങളൊക്കെ വളരെ കുറവാണ്. എന്നാലും ഞങ്ങൾ ഓരോ കടിയും പലഹാരങ്ങളൊക്കെ എടുത്ത്, എൻ്റെ കൂടെയുള്ള യാത്രക്കാരാണ് നിങ്ങൾ ഈ കാണുന്നത്. എല്ലാവരും എൻ്റെ സഹയാത്രികരാണ്. ഞങ്ങളുടെ വാഹനമാണ് ആ കിടക്കുന്നത്. ഏതായാലും ചായ കുടിച്ചതിന് ശേഷമാണ് ഇനിയുള്ള യാത്ര. മൂന്നാറിലേക്കുള്ള മലഞ്ചെരുവുകൾ കയറാൻ തുടങ്ങിയിരിക്കുന്നു. സുന്ദരമായ ചായത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ചായത്തോട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിന് ഒരു ചരിത്രമുണ്ട്. 1800കളുടെ മധ്യത്തോടുകൂടി ബ്രിട്ടീഷുകാർ തങ്ങളുടെ കോളനി രാജ്യങ്ങളിലെല്ലാം സാധ്യമായ സ്ഥലങ്ങളിലെല്ലാം ടീ പ്ലാന്റേഷൻ ആരംഭിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായി ബ്രിട്ടൻ വരികയാണ്. ബ്രിട്ടൻ്റെ ഉദ്ദേശം മറ്റൊന്നുമായിരുന്നില്ല. ലോകത്ത് ചായയിൽ ചൈനയുടെ കുത്തക തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തങ്ങളുടെ കോളനി രാജ്യങ്ങളിൽ മുഴുവനും സാധ്യമായ സ്ഥലങ്ങളിലെല്ലാം ടീ പ്ലാന്റേഷൻ ആരംഭിക്കുക. അതിനുവേണ്ടി ബ്രിട്ടനിലെ പ്രഭുക്കന്മാരെ ഉപയോഗപ്പെടുത്തുക. പ്രഭുക്കന്മാർ അങ്ങനെ തങ്ങളുടെ കോളനി രാജ്യങ്ങളിലെല്ലാം ടീ പ്ലാന്റേഷൻ ആരംഭിച്ചു. ഇതിനുവേണ്ടി ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരെ സഹായിച്ചു. അങ്ങനെയൊക്കെയാണ് ഇന്ത്യയിലും ശ്രീലങ്കയിലുമൊക്കെ ചായ പ്ലാന്റേഷൻ വരുന്നത്. അങ്ങനെ നമ്മളെ ആദ്യമായിട്ട് വന്നത് ആസാമിലാണ്. പടിപടിയായി നമ്മുടെ കേരളത്തിലും എത്തി. അതാണ് ചായയുടെ ചരിത്രം. ബ്രിട്ടീഷുകാരാണ് ചായ കൊണ്ടുവരുന്നത്. ചായ കൊണ്ടുവരുന്നതിൻ്റെ ആദ്യത്തെ അവരുടെ ഉദ്ദേശം ചൈനയുടെ ലോകത്തെ ചായയിലെ കുത്തക അവസാനിപ്പിക്കുക എന്നതായിരുന്നു. ഏതായാലും സുന്ദരമായി പരിപാലിക്കുന്ന ചായ തോട്ടമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
സമയം വൈകി തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾക്കിനി പകൽ വെളിച്ചത്തിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അത്രയും വൈകി. മൂന്നാറിനോട് അടുത്തിരിക്കുന്നു ഞങ്ങളുടെ വാഹനം. രാത്രിയായാൽ പിന്നെ വീഡിയോ ഒന്നും നടക്കില്ല. മൂന്നാർ കഴിഞ്ഞാൽ പിന്നെ കുമളി വരെ ഞങ്ങൾ രാത്രിയിലായിരിക്കും ഓടുക. പിന്നെ നാളെ രാവിലെ ഞങ്ങൾ ഗവിയിലേക്ക് പുറപ്പെടും. ഗവിയാണ് ഞങ്ങളുടെ അവസാന ഡെസ്റ്റിനേഷൻ. പിന്നെ മടക്കമായിരിക്കും. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. മൂന്നാറിലേക്കുള്ള ഏറ്റവും ടോപ്പിലുള്ള ചായത്തോട്ടങ്ങളാണിത്. മൂന്നാറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും മൂന്നാർ നമ്മൾ ആ മറയൂർ വഴി കയറുമ്പോൾ മൂന്നാറിൻ്റെ മറ്റൊരു വേർഷനാണ് കാണുന്നത്. വെളിച്ചം നന്നേ കുറഞ്ഞു തുടങ്ങി. ഇന്ന് വീഡിയോ നടക്കില്ല. നാളെ ഇനി ഗവിയുടെ കാഴ്ചകളുമായി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.